ഒന്നാമത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള നടപടി 21-ാം തീയതി വരെ നീട്ടുകയും അതിൽ ഇരയായ യുവതി തന്നെ കക്ഷി ചേരണമെന്ന ആവശ്യം ഉന്നയിക്കുകയും അത് കോടതി അംഗീകരിക്കുകയും 21-ാം തീയതി ആ കേസിൽ വാദം നടക്കാനിരിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി രാഹുൽ മങ്കൂട്ടത്തിന് കുരുക്കായി മൂന്നാമത്തെ കേസ് വരികയും ആ മൂന്നാമത്തെ കേസിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലാകുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയാകും എന്നതാണ് ശ്രദ്ധേയം. തലസ്ഥാനത്തേക്ക് എത്തിക്കുമോ, ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിക്കുമോ, അതോ പത്തനംതിട്ട എയർ ക്യാമ്പിൽ വെച്ച് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിനു ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുകയായിരിക്കുമോ ചെയ്യുക? ഇക്കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വരാനുള്ളത്. എന്തായാലും നിർണായകമായ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ മങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നു. അതാണ് ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് എത്തിക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നയിച്ചിരിക്കുന്നതും. ഇനി തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായുള്ള CCTV ദൃശ്യങ്ങൾ ഈ ഹോട്ടലിൽ നിന്നടക്കം ശേഖരിക്കേണ്ട ഒരുപക്ഷെ ആ പ്രാഥമികമായ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്. അത് സ്ഥിരീകരിക്കുന്നില്ല പോലീസ്. അത്തരത്തിലുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ തെളിവ് ശേഖരണം, പഴുതുകളടച്ചുള്ള തെളിവ് ശേഖരണം, അത് അതിനുവേണ്ടി CDR കോൾ ഡേറ്റ റെക്കോർഡുകൾ, ഈ ഇരുവരുടെയും കോൾ ഡേറ്റ റെക്കോർഡുകൾ, യുവതി നാട്ടിലെത്തിയെന്ന് പറയുന്ന സമയത്തെ വിശദാംശങ്ങൾ അതടക്കമുള്ള പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിക്രൂരമായ ബലാത്സംഗം, അതിനോടൊപ്പം തന്നെ സാമ്പത്തിക ചൂഷണവും നടത്തിയെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതിയിലുള്ളത്. ഈ സാമ്പത്തിക ചൂഷണം എന്ന ഒരു കാര്യം കടന്നു വരുമ്പോൾ അന്വേഷണത്തെ അത് ഏത് രീതിയിലൊക്കെ വഴിതിരിച്ചു വിടും? എന്തൊക്കെ നടപടികളായിരിക്കും അതിനെതിരെ സ്വീകരിക്കുന്നുണ്ടാവുക? അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെ തരത്തിലാണ് ഈ ചൂഷണം നടത്തിയിരിക്കുന്നത്, ആർക്കൊക്കെ ഇങ്ങനെ പണം അയച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനാന്റെ അക്കൌണ്ടിലേക്ക് പണം കൈമാറിയിട്ടുണ്ടെന്ന് യുവതി അന്വേഷണ സംഘത്തിന് നൽകിയ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ എത്ര രൂപ ഈ ഫെനിന്റെ അക്കൌണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് ഈ പണം അയച്ചു കൊടുത്തിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരാനുണ്ട്. മാത്രമല്ല ഈ പരാതിയിൽ മറ്റൊരു കാര്യം, വിലപിടിപ്പുള്ള വസ്തുക്കൾ, വാച്ചുകൾ, വസ്ത്രങ്ങൾ അടക്കം വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെടുകയും അത് പലപ്പോഴായി രാഹുലിന് വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു 2.5 വർഷത്തോളം നീണ്ട ബന്ധമാണ് ഇത് എന്നതാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്ന കാര്യം. 2.5 വർഷത്തിനൊടുവിലാണ് ഇതൊരു ചതിയായിരുന്നുവെന്ന് താൻ തിരിച്ചറിയുന്നത് എന്നാണ് യുവതി പറയുന്നത്. അതായത് രാഹുലിനൊപ്പം ഒരു പുതിയ ജീവിതം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ബന്ധത്തിൽ തുടർന്നത്. പക്ഷേ 2.5 വർഷത്തിനിപ്പുറം ആദ്യമായി രാഹുലിനെതിരെ പരാതി ഉയരുന്ന സമയത്ത് ഇതിൽ സംശയം പ്രകടിപ്പിച്ച് രാഹുലിനോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തനിക്കെതിരെ രാഷ്ട്രീയമായ ഗൂഢാലോചന നടക്കുകയാണ്, അതിന്റെ തെളിവുകൾ തന്നെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് യുവതിയെ വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായ തെളിവുകൾ പുറത്തു വന്ന് തുടങ്ങിയതോടെ താൻ രാഹുലിനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ നേരിട്ട് കാണാനായി ശ്രമിച്ചപ്പോൾ രാഹുൽ ഒഴിഞ്ഞുമാറി. രാഹുലിന്റെ സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടപ്പോൾ അവരും രാഹുലിലേക്ക് കണക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കി. അങ്ങനെയാണ് ഇതിലെ ചതി താൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ രാഹുലിനോട് താൻ മുമ്പോട്ട് പോകും എന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ടായപ്പോൾ എങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും കാണിച്ചു തരാമെന്ന ഭീഷണിയാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ കുടുംബം ഇല്ലാതാക്കും എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ തനിക്ക് ലഭിച്ചുവെന്നും യുവതി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് തന്റെ സ്വാധീനം, സൈബർ ഇടങ്ങളിലുള്ള സ്വാധീനം, അത് കേരളം നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പരാതി ഉന്നയിക്കുന്നവരെയും നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുകയും ചെയ്തവരെയും തനിക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തവരുമൊക്കെ വലിയ തരത്തിൽ സൈബർ ഇടങ്ങളിൽ തീരുമാനമാണ്. അല്ലാതെ പാർട്ടിക്ക് അയാളുടെ പേർക്ക് ഞാൻ ചോട്ടെ പുറത്താക്കിയുള്ള ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അയാളെ കുറിച്ചിട്ട് അയാൾ ഞങ്ങളുടെ പാർട്ടിയിലല്ല, അല്ല ഇപ്പൊ ആയിരുന്നു. പക്ഷെ അയാളെ പാർട്ടി സസ്പെൻഡ് ചെയ്തു, പാർട്ടി ഡിസ്മിസ് ചെയ്തു. ഇനി ഡിസ്മിസ് ചെയ്തു പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഞങ്ങളുടെ ബന്ധം എല്ലാം കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം. ഇനി അയാളുടെ പേരിൽ ഞങ്ങൾ നിയന്ത്രണമില്ല. ഞങ്ങളുടെ പേരിൽ അയാൾ സ്വയം തീരുമാനിക്കട്ടെ. കോൺഗ്രസ് വിജയിപ്പിച്ച് അയച്ച ഒരു ആളാണ്, ഉൾപ്പെടെ വിശ്വസിച്ച് ഒരുപാട് ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാളാണ്. അദ്ദേഹം MLA ആയിട്ട് ഇപ്പോഴും തുടരുകയാണ്. സീരിയസ് ആയിട്ടുള്ള ഓഫൻസാണ് അദ്ദേഹത്തിനെതിരെ. ഇനി അദ്ദേഹം രാജിവെക്കണത് പാർട്ടിക്ക് അങ്ങോട്ട് പറയാൻ കഴിയില്ലല്ലോ. അയാൾ ചെയ്യണം, അയാൾ സ്വയം ചെയ്യാന്ന് മാത്രം. കോൺഗ്രസിന് വോട്ട് ചെയ്യുക. കോൺഗ്രസിന് ധാർമ്മികത അല്ല. കോൺഗ്രസ് ഇങ്ങനെ ഒരു ചെറിയൊരു സൂചന കിട്ടാത്ത മുൻപ് ഡിസ്മിസ് ചെയ്തൊരു പാർട്ടി അതുപോലെയാണോ മറ്റു പാർട്ടി? വോട്ട് ചെയ്ത ജനങ്ങളോട് കോൺഗ്രസിന് ഒരു പ്രതിബദ്ധത അത് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഡിസ്മിസ് ചെയ്തത്. അത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പാർട്ടിക്കാരോട് ഉള്ള ഒരു മറുപടി. പാർട്ടിക്കാർ ജനങ്ങളോട് തന്നെയുള്ള മറുപടി തന്നെ. അത് ഇങ്ങനെ ഒരു ആരോപണം കിട്ടിയപ്പോ ഞാനൊരു കാര്യം ചെയ്ത, ഇദ്ദേഹത്തിനൊക്കെ ഇപ്പോഴാക്കിയല്ല നിങ്ങൾ ഓടി വന്നത്. ഇതിനേക്കാൾ ആരോപണം ഉള്ളവർ അപ്പുറം നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു മറുചോദ്യം ചോദിച്ചൂടെ? ഒരു കാര്യം ഞങ്ങള്
ഒരു MLA ജയിപ്പിച്ചു എന്നുള്ള പേരിൽ തന്നെ അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്തു പറഞ്ഞാൽ എന്റെ അർത്ഥം ഇനി ഇല്ലാന്ന്, ബന്ധം പോയി എന്നെ അർത്ഥം. ഇനി അദ്ദേഹത്തിന്റെ പേരിലില്ല. ഇത് മറ്റു പാർട്ടികൾ എത്രയുണ്ടല്ലോ ഇവിടെ, ഇതിനേക്കാൾ നേരിട്ടുള്ള ആരോപണമുള്ളവരുണ്ടല്ലോ. അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കൂ. ഇവിടെ ഞങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് പറയാൻ അവകാശം കഴിഞ്ഞു. പോരെ? രാഹുൽ എന്തോ ചെയ്തോട്ടെ എന്നല്ല. അല്ലല്ല, അദ്ദേഹം ഇനി സ്വയം ചെയ്യേണ്ടതാണ്, ഞങ്ങൾ ചെയ്യേണ്ടതല്ല. ഓക്കെ. DCC പ്രസിഡന്റ് A. തങ്കപ്പന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇപ്പോൾ കേട്ട പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ പറയുന്നത് പാർട്ടിയുമായി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നാണ്. അപ്പോഴും രാഹുൽ MLA ആയി തുടരുകയാണ്. ഇപ്പോൾ മൂന്നാമത് സകല തെളിവോടും കൂടി ഒരു പരാതി കൂടി മുൻപോട്ട് വരുമ്പോൾ, പരാതിക്കാരി രംഗത്ത് വരുമ്പോൾ രാഹുൽ സ്ഥാനമൊഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി വരില്ലേ? ഒരുപക്ഷെ ഗൗരവമായ തരത്തിലേക്ക് ഈ കേസുകൾ മാറുന്നു എന്ന് വേണം കരുതാൻ. കാരണം ആദ്യ 2 കേസുകളിൽ അറസ്റ്റ് നടക്കാതിരിക്കുകയും അത് അറസ്റ്റ് തടയുകയും ഹൈക്കോടതിയിൽ വലിയ തരത്തിൽ വാദമുഖങ്ങളൊക്കെ ഉയരാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ഒരു ആശ്വാസത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി 3ാമത്തെ കേസ് ഉയർന്നു വരുന്നത്. അതിൽ തന്നെ രാഹുലിന് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഒരു സൂചനകളും, ഇത് ഏത് കേസിലാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള കാര്യം കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് സംഘം വീട്ടിലെത്തിയപ്പോൾ മാത്രമാണ് രാഹുൽ, അല്ലെങ്കിൽ ഫ്ളാറ്റിലെത്തിയപ്പോൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നത്. അവിടെ വെച്ച് ഡിഫെൻഡ് ചെയ്യേണ്ട നീക്കമൊക്കെ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും അത് അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ അന്വേഷണ സംഘത്തോട് സഹകരിച്ചത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. കാരണം ഏത് കേസുമായി ബന്ധപ്പെട്ട്, അതായത് ആദ്യത്തെ 2 പരാതികൾ മാത്രമേ നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിലുള്ളൂ. ആ 2 പരാതികളിൽ ഒരു പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊരു പരാതിയിൽ ഹൈക്കോടതിയിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്നു. ഇങ്ങനെ 2 പരാതികളെ രാഹുലിന്റെ അറിവിലും തനിക്കെതിരെ വന്നതായി അറിവുള്ളൂ. അതിനിടയിൽ അർദ്ധരാത്രിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസുകാർ അടങ്ങുന്ന സംഘം ഫ്ളാറ്റിലേക്ക് എത്തുന്നു. പെട്ടെന്ന് ഡോറിൽ മുട്ടിവിളിച്ച് രാഹുലിനെ കസ്റ്റഡി എടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രാഹുലിന് സംശയം വരും. കാരണം കോടതി അറസ്റ്റ് തടഞ്ഞൊരു കേസിൽ എങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യാനാകും? അപ്പോഴാണ് അന്വേഷണ സംഘത്തിന് കുറച്ച് കാര്യങ്ങളെങ്കിലും വിശദീകരിക്കേണ്ടി വന്നത്. വഴങ്ങിയേ കഴിയൂ. കാരണം കൃത്യമായ തെളിവുകളുടെയും പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. കാരണം ഈ ഷൊർണൂർ ഡിവൈഎസ്പി അല്ല ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്തെ AIG G. പുങ്കുടലിയാണ് അവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം. പാലക്കാട് SP-യുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം, അതായത് വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു ഓപ്പറേഷനാണ് ഇന്നലെ അർദ്ധരാത്രിയോടെയാണ്. ഒരാഴ്ചയ്ക്ക് അകത്തെ കൃത്യമായ നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ഇന്നലെ രാഹുലിനെ കസ്റ്റഡി എടുക്കേണ്ട തീരുമാനത്തിലേക്ക് പോലീസ് വൃത്തങ്ങൾ എത്തുന്നത്. അങ്ങനെ വളരെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു നീക്കം ഈ ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഉദ്യോഗസ്ഥരെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായെങ്കിലും പിന്നീട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വഴങ്ങുന്നതാണ് നല്ലത്. അതല്ല എങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ സ്വരം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണ് രാഹുലിനെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് എത്തിക്കുന്നത്. പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിക്കുന്ന നടപടികൾ പിന്നീട് ഒരുപക്ഷെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേക്കുമെന്നുള്ള സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഹാജരാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അതുപോലെ തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന 3 പരാതികൾ, ആ പരാതികളിലൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഉള്ള സമാനതകൾ, അതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി വരില്ലേ? എല്ലാ കേസുകളുടെയും അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഒരു അന്വേഷണ സംഘം തന്നെയാണ്. ആ അന്വേഷണ സംഘം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.